നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോഴിക്കോട്ടിലെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന കക്കയം ഡാമിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന കരിയാത്തുംപാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. കോഴിക്കോട് സിറ്റിയിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായിട്ടുള്ള കിടിലൻ വൈബ് തരുന്ന ഒരു സ്ഥലമാണ് ഈ കരിയാത്തുംപാറ. മഴയും പുഴയും മലയും കാടും പച്ചപ്പും ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഞ്ചാരികൾ ഈ സമയങ്ങളിൽ ഇവിടെ വരുന്നുണ്ട്. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 10-12 വർഷം മുന്നേ NSS ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന കരിയാത്തുംപാറയിൽ ഞങ്ങൾ വന്നിട്ട് ഒരു 3-4 ദിവസം താമസിച്ച് ഒരുപാട് ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതായിരുന്നു. അന്നൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ടിക്കറ്റ് കൗണ്ടറോ പാർക്കിംഗ് ഏരിയയോ മതിലുകളോ ഒന്നുമില്ലാത്ത ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഓടി വന്ന് കയറാവുന്ന തുറസ്സായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഇന്ന് സീന ആകെ മാറി. ചെറിയ ഒരു മിനി ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് തന്നെ ഈ കരിയാത്തുംപാറ ഇന്ന് മാറിക്കഴിഞ്ഞു. ഞാനും ഉപ്പയും ഉമ്മയും കൂടെ കോഴിക്കോട്ടിൽ നിന്നും നിലമ്പൂരിലേക്ക് പോകുന്ന വഴി വളരെ യാദൃശ്ചികമായിട്ടാണ് കരിയാത്തുംപാറ ഒന്ന് പോയാലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വണ്ടി തിരിക്കുന്നത്. ശക്തമായ മഴയുള്ള സമയത്ത് നല്ല അടിയൊഴുക്കുള്ള ഒരു പുഴയായി മാറുന്നത് കൊണ്ട് ഇവിടെ പുഴയിലേക്ക് ഇറങ്ങി കുളിക്കുന്നതിന് ആ സമയങ്ങളിൽ ചെറിയ റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ടാകാറുണ്ട്. അല്ലാത്ത സമയത്ത് നമുക്ക് നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് കുളിച്ച് കയറാനുള്ള നല്ലൊരു അന്തരീക്ഷം തരുന്ന സ്ഥലമാണ് ഈ കരിയാത്തുംപാറ.